ഹായ്, നമുക്കിന്നൊരു അടിപൊളി നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യമായത് ഇട്ട് കൊടുത്തോ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ വിനെഗർ, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അതും വലിയ പീസ്. ഞാനിത് കറിക്ക് വാങ്ങിച്ച ചിക്കനാണ്, അപ്പോൾ സ്കിന്നും ഇല്ല പിന്നെ കറി പീസുമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മുക്കി വെക്കുക. ഇതിലേക്ക് ഒരു 3 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ആ പാലിലൊന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ. ഒരു 3 to 4 hours റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രിഡ്ജിൽ. ഇനി ഒരു കപ്പ് മൈദ എടുക്കുക, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്താലും മതി. ഒരു മുട്ട ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളമാണ്, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇതൊന്ന് കലക്കിയെടുക്കണം. നമ്മളെ പഴംപൊരിയുടെ മാവുണ്ടല്ലോ അതിൽ അത്രയും തിക്ക് വേണ്ട, ഇച്ചിരി ലൂസായിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കലക്കി വെക്കണം. അപ്പോൾ നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ഈ മാവ് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി വീണ്ടും ഒരു കപ്പ് മൈദ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ ഈ മൈദ കലക്കുന്നതും മൈദപ്പൊടിയൊക്കെ മിക്സ് ചെയ്യേണ്ടതും. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്നുകൂടി ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ പീസായിട്ട് നമ്മുടെ ഈ മൈദ മാവുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണേ. എന്നിട്ട് അത് നമ്മുടെ മൈദപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ കോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോഴാണ് നമ്മുടെ പുറത്തുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവം കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ച് പിഴിഞ്ഞെടുത്തോട്ടോ. അത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ കോട്ടിങ് ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും ആക്കി മാറ്റി വെക്കുക കേട്ടോ. ഞാനൊരു 3 പീസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഞാനൊരു ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഇതിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ നോർമലി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ട് ഇതും ആ ഒരു സ്നാക്സിൽ കൂട്ടാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ക്രിസ്പി ജ്യൂസി ചിക്കനാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ആ ഒരു അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ എന്നെ മനസ്സിലാവില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക്